എക്സിറ്റ് പോളിൽ UDFന് 78 മുതൽ 90 സീറ്റ് വരെ പ്രവചിച്ച രാജ്യത്തെ പ്രധാനപ്പെട്ട ഏജൻസി, അവരുടെ റേഞ്ച് ഈ 78-90, അതായത് 12 സീറ്റിൻ്റെ റേഞ്ച് എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അവരുടെ മണ്ഡലം തിരിച്ചുള്ള ഡാറ്റയിലുണ്ട്. അതായത് കേരളത്തിലെ 25 മണ്ഡലങ്ങൾ 1% 2% മാത്രം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ഏതെങ്കിലും ഒരു മുന്നണിക്ക് അനുകൂലമായി ഇപ്പോൾ നിൽക്കുന്നതാണ് എന്നാണ് ആ എക്സിറ്റ് പോൾ ഡാറ്റ നൽകുന്ന സൂചന. അതായത് ഈ 25 മണ്ഡലങ്ങളിൽ ഫലം ഒരു ചെറിയ സാഹചര്യത്തിൻ്റെ പോലും അടിസ്ഥാനത്തിൽ മാറിമറിയാവുന്നതാണ്. ചിലപ്പോൾ അവർ ജയിക്കാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോൾ തോൽക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള 25 മണ്ഡലങ്ങൾ. ആ 25 മണ്ഡലങ്ങളിൽ തന്നെ 18 എണ്ണം LDFന് മുൻതൂക്കം പ്രവചിക്കുന്നവയാണ്. UDFന് ഈ 1%-ൻ്റെയും 2%-ൻ്റെയും വ്യത്യാസത്തിൽ മുൻതൂക്കം പ്രവചിക്കുന്ന 5 സീറ്റുകളേ ഉള്ളൂ. അപ്പോൾ UDFന് ഈ 78-90 എന്ന് പറയുന്ന റേഞ്ചിൽ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണം 5 മാത്രമാണ്. അതേസമയം LDFന് അത് 18 വരെയാണ്. NDAക്ക് 2 സീറ്റിൻ്റെ മുൻതൂക്കം നൽകുന്ന ആ സർവേ അവർക്ക് നഷ്ടപ്പെട്ടു പോകാനിടയുള്ള 2 സീറ്റുകളെക്കുറിച്ചും പറയുന്നുണ്ട്. അത് 1%-ൻ്റെ വ്യത്യാസത്തിൽ മാത്രം അവർക്ക് മുൻതൂക്കമുള്ളതാണ്. അപ്പോൾ LDFന് 18, അതിൽ തന്നെ 6 എണ്ണത്തിൽ 1%-ൻ്റെ മാത്രം വ്യത്യാസമേ ഉള്ളൂ. നെക്ക് ടു നെക്ക് എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള പോരാട്ടം നടക്കുന്നത്. അപ്പോൾ ഈ 25 മണ്ഡലങ്ങൾ എക്സിറ്റ് പോൾ ഫലത്തിൻ്റെ ഡാറ്റ വച്ചിട്ട് തന്നെ അവർക്ക് പോലും പിടികിട്ടാത്ത വിധത്തിൽ സങ്കീർണമായി നിൽക്കുന്നു എന്ന് ചുരുക്കം. ആ 25 മണ്ഡലങ്ങളുടെ ഫലം കേരളത്തിൻ്റെ വിധിയെഴുത്തിൽ കൃത്യമായി തന്നെ ആര് ഭരിക്കണം എന്ന് നിശ്ചയിക്കുന്നതിൽ നിർണായകമാകും എന്ന് ചുരുക്കം. നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. ഇപ്പോൾ LDFന് മുൻതൂക്കം പ്രവചിച്ചിട്ടുള്ള ഈ 1%-ൻ്റെയും 2%-ൻ്റെയും ഇടയിൽ മാത്രം വോട്ട് വ്യത്യാസമുള്ള 18 മണ്ഡലങ്ങളുണ്ട്. അതിൽ 1%-ൻ്റെ വോട്ട് വ്യത്യാസത്തിൽ ഈ ഏജൻസി LDFന് എഡ്ജ് നൽകിയിരിക്കുന്ന മണ്ഡലങ്ങളെ നമുക്ക് ആദ്യം പരിശോധിക്കാം. അതിലൊന്ന് ഒല്ലൂരാണ്. ഒല്ലൂരിൽ 1%-ൻ്റെ മാത്രം വോട്ടിൻ്റെ മുൻതൂക്കമാണ് മന്ത്രി K രാജന് നൽകുന്നത്. LDFൻ്റെ സുരക്ഷിത സീറ്റ് എന്ന് പറയുന്നിടത്ത് അത്ര സുരക്ഷിതമല്ല എന്നാണ് ഈ UDFന് 78 മുതൽ 90 സീറ്റ് വരെ പ്രവചിച്ചിരിക്കുന്ന ഏജൻസി പറയുന്നത്. അപ്പോൾ 43-42 ഒല്ലൂരിൽ. തൃപ്പൂണിത്തുറ UDF സുരക്ഷിതമായി ജയിക്കുമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും ഈ ഏജൻസി പറയുന്നത് അങ്ങനെ അല്ല എന്നാണ്. LDFനാണ് മുൻതൂക്കം എന്നുള്ളതാണ്. അവിടെ 40% LDFനും 39% UDF സ്ഥാനാർത്ഥി ദീപക് ജോയ്ക്കും. കാഞ്ഞിരപ്പള്ളിയിൽ LDF സുരക്ഷിതമായി ജയിക്കുമെന്നവർ കരുതുന്നുണ്ടെങ്കിലും 1%-ൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. 39 UDFന്, 40 LDFന്. കായംകുളം 42% പ്രതിഭയ്ക്ക് അനുകൂലമായി ഈ ഏജൻസി കണ്ടെത്തിയിട്ടുള്ളത്. 41% അവിടെ ലിജുവിന് അനുകൂലമായി ഉണ്ട് എന്നുള്ളതാണ്. എങ്ങോട്ട് വേണമെങ്കിലും മാറി മറിയാം. റാന്നി 42% LDFന് മുൻതൂക്കം ഉള്ള വോട്ട്, 41%, അതായത് 1% പിന്നിൽ മാത്രമാണ് UDF പഴകുളം മധു നിൽക്കുന്നത് എന്ന്. ആറന്മുള മറ്റൊരു വലിയ പോരാട്ടം നടന്ന മണ്ഡലമാണ്. അവിടെ 38% വോട്ട് LDF സ്ഥാനാർത്ഥി മന്ത്രി വീണ ജോർജിനുള്ളപ്പോൾ 37% ഏജൻസി അവിടെ അബിൻ വർക്കിക്ക് പ്രവചിക്കുന്നത്. ഇതാണ് ഈ 1% വോട്ട് വ്യത്യാസത്തിൽ LDFന് ഈ ഏജൻസി നൽകിയിരിക്കുന്ന മുൻതൂക്കമുള്ള മണ്ഡലങ്ങൾ. അതിൽ ഫലം എങ്ങോട്ട് വേണമെങ്കിലും മാറി മറിയാം. ചിലപ്പോൾ ഇത് ആ പ്രകടനവും മറികടന്നുള്ള വിജയം നേടാനുള്ള സാധ്യതയുമുണ്ട്. ഇനി 2%-ൻ്റെ വ്യത്യാസമുള്ള ബാക്കിയുള്ള 12 മണ്ഡലങ്ങളിലേക്കാണ്. അതിലൊന്ന് ഉദുമയാണ്. ഉദുമയിൽ 45-43 എന്ന നിലയിലാണ് LDFൻ്റെ സിറ്റിംഗ് MLA ആയ കുഞ്ഞമ്പുവിന് അവിടെ മുൻതൂക്കം പ്രവചിച്ചിരിക്കുന്നത്. പേരാവൂരിൽ സണ്ണി ജോസഫ് ജയിക്കുമെന്ന് ഒരു വിഭാഗം കണക്ക് കൂട്ടുമ്പോൾ അതങ്ങനെയല്ല എന്നാണ് രാജ്യത്തെ ഈ പ്രമുഖ എക്സിറ്റ് പോൾ ഏജൻസി നൽകിയിരിക്കുന്ന വിലയിരുത്തൽ. അവർ പറയുന്നത് പേരാവൂരിൽ ഇപ്പോൾ 2%-ൻ്റെ മുൻതൂക്കം ശൈലജ ടീച്ചർക്കുണ്ട് എന്നുള്ളതാണ്. 44-42. തരൂർ മണ്ഡലമാണ്, പാലക്കാട്ടെ തരൂർ മണ്ഡലമാണ് ഈ 2%-ൻ്റെ വ്യത്യാസത്തിൽ LDFന് എഡ്ജുള്ള മറ്റൊരു മണ്ഡലം. ഗുരുവായൂർ LDFൻ്റെ സുരക്ഷിത സീറ്റ് എന്ന് കരുതുന്നയിടത്ത് 2%-ൻ്റെ മാത്രം മുൻതൂക്കമേ LDFനുള്ളൂ. കയ്പമംഗലത്ത് അതുപോലെ തന്നെയാണ്, 2%-ൻ്റെ മുൻതൂക്കമേ ഉള്ളൂ. തൃശ്ശൂർ ജില്ലയിലെ തന്നെ പുതുക്കാട്, അവിടെയും 2%-ൻ്റെ മാത്രം മുൻതൂക്കമാണ് LDFന് നൽകിയിരിക്കുന്നത്. പിന്നീട് എറണാകുളത്തെ കോതമംഗലത്ത് 46-44 എന്ന നിലയിൽ 2%-ൻ്റെ മുൻതൂക്കമേ LDFനുള്ളൂ. കൊട്ടാരക്കര മന്ത്രി KN ബാലഗോപാലിന് വിയർത്തു മാത്രമേ ജയിക്കാനാകൂ എന്നാണ് സൂചന. അവിടെയും 2%-ൻ്റെ വ്യത്യാസമേ ഉള്ളൂ. തിരുവനന്തപുരത്തെ ചിറയൻകീഴ് രമ്യ ഹരിദാസ് മത്സരിക്കുന്ന ഇടമാണ്. അവിടെയും 2%-ൻ്റെ മുൻതൂക്കം മാത്രമേ ഇപ്പോൾ LDFനുള്ളൂ. വാമനപുരം LDFൻ്റെ ഒരു വലിയ
സ്ട്രോങ് മണ്ഡലം എന്നറിയപ്പെടുന്ന ഇടമാണ്. പക്ഷേ അവിടെയും 2% മാത്രം വ്യത്യാസത്തിലാണ് സിറ്റിംഗ് MLA ആയ DK മുരളി ഇപ്പോൾ ഈ എക്സിറ്റ് പോളിൽ മുന്നിൽ നിൽക്കുന്നത്. അരുവിക്കര സിറ്റിംഗ് MLA ആയ സ്റ്റീഫൻ വെറും 2% വോട്ടിൻ്റെ മാത്രം വ്യത്യാസത്തിലാണ് ശിവകുമാറിനേക്കാൾ ഈ എക്സിറ്റ് പോൾ ഡാറ്റ പ്രകാരം മുന്നിൽ നിൽക്കുന്നത്. ചാത്തന്നൂരാണ് മറ്റൊന്ന്. ചാത്തന്നൂരിൽ പക്ഷേ LDF-ന് ഫൈറ്റ് നടക്കുന്നത് BJP-യുമായിട്ടാണ്. അവിടെ 2% വ്യത്യാസമേ ഉള്ളൂ. 35 LDF, 33 BJP, 30% വോട്ടാണ് ഈ ഏജൻസി അവിടെ UDF-ന് നൽകിയിരിക്കുന്നത്. അപ്പോൾ LDF-നെ സംബന്ധിച്ചിടത്തോളം അവർ 2% അല്ലെങ്കിൽ 1% വോട്ടിൻ്റെ വ്യത്യാസത്തിൽ മുന്നിൽ നിൽക്കുന്ന മണ്ഡലങ്ങൾ ഇതൊക്കെയാണ്. ഇവിടെ ഫലം എങ്ങോട്ട് വേണമെങ്കിലും മാറി മറിയാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് ഇതിനകത്ത് വ്യക്തമാകുന്നത്. ഇനി UDF-ൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ UDF-ന് ഈ 1-2% വ്യത്യാസത്തിൽ മുൻതൂക്കം നൽകിയിരിക്കുന്ന ഈ എക്സിറ്റ് പോൾ ഡാറ്റ, ഈ ഏജൻസിയുടെ ഡാറ്റ പ്രകാരമുള്ള 5 മണ്ഡലങ്ങളേ ഉള്ളൂ. അപ്പോൾ ആ 5 മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ ഒരുപക്ഷെ ഈ 78-ൽ നിന്ന് താഴേക്ക് വരാനുള്ള സാധ്യത പോലും ഉണ്ട് എന്നുള്ളതാണ്. അത് ഒന്ന് വടകരയാണ്. വടകരയിൽ 41 LDF-നും 43 UDF-നും. എലത്തൂർ 2% മുൻതൂക്കം ഈ ഏജൻസി UDF-ന് നൽകിയിരിക്കുന്നു. അത് LDF-ൻ്റെ ഒരു കോട്ടയാണ് എന്ന് വിശ്വസിക്കുന്ന ഇടമാണ്. പക്ഷേ അവിടെ വിദ്യാ ബാലകൃഷ്ണൻ മന്ത്രി ശശീന്ദ്രനെ അട്ടിമറിക്കുമെന്നാണ് ഈ രാജ്യത്തെ വിശ്വസനീയമായ ഡാറ്റകൾ പുറത്തുവിട്ടിട്ടുള്ള ഏജൻസിയുടെ എക്സിറ്റ് പോൾ സർവേ പ്രകാരം പറയുന്നത്. അവിടെ 2% മുൻതൂക്കമാണ് വിദ്യയ്ക്കുള്ളത്. തവനൂരാണ് മറ്റൊന്ന്. ജോയി അവിടെ KT ജലീലിനെതിരെ 2% മുൻതൂക്കം 46-44 എന്ന നിലയിൽ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ്. നെന്മാറയാണ് മറ്റൊന്ന്. ആ എക്സിറ്റ് പോൾ ഡാറ്റയിൽ ഏവരെയും അത്ഭുതപ്പെടുത്തിയ ഒന്നാണ് അത്. നെന്മാറയിൽ പഴയ പാലക്കാട് DCC പ്രസിഡന്റ് തങ്കപ്പൻ ജയിക്കും എന്നാണ് ഈ എക്സിറ്റ് പോൾ ഏജൻസി അവരുടെ വിശകലനത്തിൽ നിന്ന് വ്യക്തമാക്കി പറയുന്നത്. അവിടെ 2% മുൻതൂക്കം ആണ് അവിടുത്തെ UDF സ്ഥാനാർത്ഥിക്കുള്ളത്. 44-42. അടൂരാണ് മറ്റൊന്ന്. അതും LDF-ൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അവിടെ ശാന്തകുമാർ 45% വോട്ട് നേടുമ്പോൾ പ്രജി കണ്ണൻ 43% വോട്ടുകളെ നേടുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ UDF-ന് ഈ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറയാവുന്ന സീറ്റുകളിൽ 5 മുൻതൂക്കമുണ്ട്. ആ സീറ്റുകളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. NDA-ക്ക് 2 സീറ്റുകളാണ് ഈ ഏജൻസി വ്യക്തമാക്കിയിട്ടുള്ള. NDA-ക്ക് മുൻതൂക്കമുള്ള 3 സീറ്റുകളിൽ 2 അവർക്ക് 1% എഡ്ജ് നൽകി തന്നെയാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. അതിലൊന്ന് കുന്നത്തുനാടാണ്. കുന്നത്തുനാട്ടിൽ 35-34. അവിടെ 2ാം സ്ഥാനത്ത് ഇപ്പോൾ UDF സ്ഥാനാർത്ഥി സജീന്ദ്രനാണ്. ആര് വേണമെങ്കിലും ജയിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അവർ വിരൽ ചൂണ്ടുന്നത്. നേമത്ത് 39-38 എന്നുള്ള നിലയിൽ രാജീവ് ചന്ദ്രശേഖർ 1% വോട്ടിന് മുന്നിൽ നിൽക്കുന്നു. ശിവൻകുട്ടി തൊട്ട് പിന്നിൽ നിൽക്കുന്നു. ഇതാണ് NDA-ക്ക് ഈ 1% എഡ്ജ്. NDA-ക്ക് സാധ്യതയുള്ള 3ാമത്തെ സീറ്റ് അവർ 2% വോട്ടിന് പിന്നിൽ നിൽക്കുന്ന ചാത്തന്നൂരാണ് എന്നുള്ളത് കൂടി നാം കണക്കിലെടുക്കണം. അപ്പോൾ LDF-നെ സംബന്ധിച്ചിടത്തോളം 1% അല്ലെങ്കിൽ 2%, അതായത് 1000-2000 വോട്ടിൻ്റെ മാത്രം വ്യത്യാസം ഇപ്പോൾ പ്രവചിക്കപ്പെടുന്ന 18 മണ്ഡലങ്ങളുണ്ട്. UDF-ന് അത് 5 ആണ്. അപ്പോൾ LDF-ന് ആ 18 മണ്ഡലവും നിലനിർത്താനായാൽ, അതോടൊപ്പം ഇപ്പോൾ UDF-ന് ഈ 2% മുൻതൂക്കം പ്രവചിക്കുന്ന ആ സീറ്റുകൾ കൂടി പിടിച്ചെടുക്കാനായാൽ ഒരുപക്ഷെ ഭരണത്തിനടുത്തെത്താനുള്ള അല്ലെങ്കിൽ ആ കേവല ഭൂരിപക്ഷം മറികടക്കാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട് എന്ന് ആ ഏജൻസിയുടെ ഡാറ്റ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നു. UDF-നെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി സുരക്ഷിതമാണ് കാര്യങ്ങൾ. അവരുടെ ആ ഡാറ്റ പ്രകാരം ഈ 78-90 എന്ന നിലയിൽ നിന്ന് LDF-ലേക്ക് ചാഞ്ചാടി നിൽക്കുന്ന സീറ്റുകളിൽ ഒരു 5-6 എണ്ണം പിടിച്ചെടുത്താൽ ഈ 90 എന്ന് പറയുന്ന ഡാറ്റയിലേക്ക് എത്താൻ ഉറപ്പായും സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ UDF-നെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി കാര്യങ്ങൾ ഭരണത്തിലേക്ക് എത്താൻ എളുപ്പമാണ് എന്ന സൂചന നൽകുന്നതാണ് ഈ ഏജൻസിയുടെ എക്സിറ്റ് പോൾ ഡാറ്റ പരിശോധിക്കുമ്പോൾ ബോധ്യപ്പെടുന്നത്.